അതെത്രമാത്രം നമ്മുടെ ജീവന് ഹാനികരമാകുന്നു, ഒപ്പം തന്നെ കുടുംബത്തിൻ്റെ ഭദ്രതയും തകർക്കുന്നു എന്നത് വളരെ വേദനയോടുകൂടിയാണ് ലോകം മുഴുവനും ഓർക്കുന്നത്, പ്രത്യേകിച്ച് കേരളീയർ ഓർക്കുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രോഗത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് പടർന്നു വരുമ്പോൾ അതിൻ്റെ കാരണമായിട്ട് ഡോക്ടർമാരും മറ്റ് വിശുദ്ധന്മാരൊക്കെ തന്നെ പറയുന്നത്, നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്, നമ്മൾ ആഹരിക്കുന്നതിലുള്ള ക്രമക്കേടും ആഹരിക്കുന്നതിലുള്ള പദാർത്ഥങ്ങളുടെ വ്യത്യസ്തതയും ഒക്കെ തന്നെയാണ്. പഴയ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നു. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ വളരെ കുറച്ച് സാധനം മാത്രമേ നമ്മൾ പുറത്തു നിന്ന് വാങ്ങാറുള്ളൂ. ഇപ്പോഴും മാറി വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി മുഴുവനും 90% നമ്മൾ പുറത്തു നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതായിരിക്കും. ഇപ്പോൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ വിഷാംശമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു സഹോദരൻ ഷവർമ വാങ്ങിക്കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് മരണപ്പെട്ടതിന് ശേഷമാണ് ഒരുപാട് ആളുകൾ മനസ്സിലാക്കിയത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നത് വിഷമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഴുവൻ ആളുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്ക് വേണ്ട, നമ്മൾ ആഹരിക്കുന്ന പദാർത്ഥങ്ങളിൽ 90% നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ ഭരണഘടന പല കാര്യങ്ങളും വളരെ വ്യക്തമായി പറയുന്നില്ല. മാധ്യമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ഒന്നും ഭരണഘടന വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ഓരോ പൗരനും അനുവദിച്ചിരിക്കുന്ന അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള ആ മൗലികാവകാശം, അതിൽ മാധ്യമ സ്വാതന്ത്ര്യവും ഉൾപ്പെടുന്നു എന്നാണ് നമ്മുടെ വ്യാഖ്യാനം. എന്നതുപോലെ സ്വകാര്യത, വ്യക്തികൾക്ക് സ്വകാര്യത ഉണ്ടെങ്കിൽ ആ സ്വകാര്യതയെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാത്തതിൻ്റെ അർത്ഥം നിഷേധിക്കുന്നു എന്നല്ല. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1975 നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കെ മാത്യു, അദ്ദേഹമാണ് ഒരു കേസിൽ ഭരണഘടനയുടെ അനുച്ഛേദം 21 റൈറ്റ് ടു ലൈഫ് ആണ്, ജീവിക്കുന്നതിനുള്ള അവകാശം. ആ അവകാശത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് ജീവിക്കുന്നതിനുള്ള അവകാശം. ആ അവകാശത്തിൽ സ്വകാര്യതയും ഉൾപ്പെടുന്നു എന്ന് പ്രഖ്യാപിച്ചത് ജസ്റ്റിസ് മാത്യു ആണ്. അതിനുശേഷമാണ് പല ചർച്ചകളിലൂടെയും പല കോടതി വിധികളിലൂടെയുമൊക്കെ സ്വകാര്യത എന്നത് നമുക്ക് അവകാശപ്പെട്ട ഒന്നാണ് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടായത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ പോലെയുള്ള ഈ വിഷയത്തിൽ ആധികാരികമായി അഭിപ്രായ പ്രകടനം നടത്താൻ കഴിവുള്ള വ്യക്തികൾ കുറേ കൂടി ഒതുങ്ങിയ ഒരു സദസ്സിൽ കുറേ സമയമെടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണിത്. എന്നാൽ പൊതുജനത്തിന് സ്വാഭാവികമായും താല്പര്യം ഉള്ളതായതുകൊണ്ട് മർക്കസിൻ്റെ ഈ സമ്മേളനത്തോടനുബന്ധിച്ച സെമിനാറിൽ അത് ചർച്ചാ വിഷയമാക്കിയത് തീർച്ചയായും അതിന് പ്രസക്തിയും ഔചിത്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുക എന്നുള്ളത് മീഡിയയുടെ ഒരു ജോലിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അത് എത്രത്തോളം ധാർമ്മികമാണ്, എത്രത്തോളം നിയമപരമാണ്, എത്രത്തോളം സഹിക്കാവുന്നതാണ്, പൊറുക്കാവുന്നതാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമായി വരുന്നു. ഞാൻ ആദ്യമേ പറയട്ടെ, ഒരു മീഡിയ മാത്രം പഴിച്ചതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല ഈ പ്രശ്നം. ഭരണകൂടമാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന പോലെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നടപടികൾ എടുക്കേണ്ടത്, നിരന്തരമായി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വീക്ഷിക്കേണ്ടതൊക്കെ. എന്താണ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയിലെന്നല്ല, ലോകത്തിലെ മിക്ക ഭരണകൂടങ്ങളും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏത് വ്യക്തിയുടെയും സ്വകാര്യത എന്നല്ല അതിനപ്പുറമുള്ള
അവർ കടന്നു കയറും. ഇന്ന് മനുഷ്യൻ്റെ ജീവൻ അപകടത്തിലായിരിക്കുന്നു. അതിൽ സംരക്ഷണം എങ്ങനെ നൽകാൻ ഗവൺമെൻറ്റിന് കഴിയും എന്നുള്ളതാണ് ഗവൺമെൻറ്റിന് ആശങ്ക. ഞാനിവിടെ ആളുകൾ മുഴുവൻ പറയുന്നത് പോലെ മാനവരാശി ഒരു അന്തരാളഘട്ടത്തിലെത്തിയിരിക്കുന്നു, ഭീകരപ്രവർത്തനം മാനവരാശിക്ക് പറ്റി ഭീഷണിയായിരിക്കുന്നു എന്നൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഭീകരപ്രവർത്തന ഫലമായിട്ട് മരിക്കുന്നുണ്ട് ആളുകൾ, ഒറ്റപ്പെട്ട മരണങ്ങൾ നടക്കുന്നുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ന്യൂയോർക്കിൽ നടന്ന 3000 പേരുടെ മരണം. പക്ഷെ കഴിഞ്ഞ തലമുറയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ശാന്തമായ കാലഘട്ടത്തിലാണ് ലോകം എത്തി നിൽക്കുന്നത്. കാരണം ഞാൻ 2ാം ലോക മഹായുദ്ധകാലത്ത് ജീവിച്ചതാണ്. 2 കോടി ജനങ്ങളാണ് ആ യുദ്ധത്തിൽ മരിച്ചത്. 8 കോടി ജനങ്ങൾക്ക് അംഗഭംഗം വന്നു. 18 കോടി ജനങ്ങൾ ഭവനരഹിതരായി. അതുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണോ ബോംബ് പൊട്ടി 10-15 ആളുകൾ മരിക്കുന്നത്? എന്ന് മാത്രമല്ല 26,000 ആളുകളാണ് ഒരു ദിവസം മോട്ടോർ അപകടത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലോകത്തിലെ സംഭവങ്ങളുടെ ഒരു ആവർത്തനമാണ്. താരതമ്യേന സമാധാനപരമായ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം നീങ്ങിയിരിക്കുന്നു. പക്ഷെ മാധ്യമരംഗത്തുണ്ടായ വിസ്ഫോടനത്തിൻ്റെ ഫലമായി ഒരു ചെറിയ സംഭവങ്ങൾ പോലും, ഒരു ചെറിയ മോട്ടോർ അപകടം പോലും, ചെക്കോസ്ലോവാക്യയിൽ ഒരു മോട്ടോർ അപകടം ഉണ്ടായാൽ പോലും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വാർത്തയായെത്തുന്നു. ഗ്രീസിലുണ്ടായാലെത്തുന്നു, തെക്കേ അമേരിക്കയിലുണ്ടായാലെത്തുന്നു. അപ്പോൾ നിങ്ങളുടെ ധാരണ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുഴുവൻ അപകടങ്ങളാണെന്നാണ്. അതാ രംഗത്തുണ്ടായതാണ്. ഇവിടെ ഒരു സമാധാനത്തിലേക്ക് ലോകത്തെ തിരിച്ചു കൊണ്ടുവരാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്. പിന്നെ മാധ്യമങ്ങൾ, ഏറ്റവും കുറവ് നിയന്ത്രണം മാധ്യമങ്ങളുടെ മേലുള്ള രാജ്യം ഇന്ത്യയാണ്. ആളുകൾ അറിയാതെ കയറി പറയുന്നതാണ്. ഏറ്റവും കുറവ് നിയന്ത്രണം ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കാണ്. ലോകത്തിൽ മാധ്യമങ്ങൾക്ക് ഏറ്റവും കുറവ് നിയന്ത്രണമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, പത്രപ്രവർത്തകർക്ക് പ്രത്യേകമായി വല്ല അവകാശവുമുണ്ടോ? പ്രത്യേകമായി വല്ല സ്വാതന്ത്ര്യവുമുണ്ട്? ഇന്ത്യൻ ഭരണഘടന സാധാരണ പൗരന് നൽകുന്ന അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ സമ്പൂർണ്ണ ശേഖരം ബനിയാസ് സ്പൈക്ക്. ഫുഡ് സ്റ്റഫ് രംഗത്തെ അവസാന വാക്ക് ബനിയാസ് സ്പൈക്ക്. അജ്മൽ പെർഫ്യൂംസ്, ഊദ്, അത്തർ, പെർഫ്യൂംസ്. അജ്മൽ പെർഫ്യൂംസ്. ഫർണിച്ചർ രംഗത്ത് അതിവിശാലമായ സെലക്ഷനോടുകൂടി പാലസ്റ്റീൻ ഇൻറ്റീരിയേഴ്സ്, പെട്രോൾ പമ്പിന് സമീപം, എലോക്കര, ഈങ്ങാപ്പുഴ, താമരശ്ശേരി. ആലിയ ഫുഡ്സ്, ഫ്രൈഡ് ചിക്കൻ, ബ്രോസ്റ്റഡ്, തന്തൂരി, ഷവായ തുടങ്ങിയ എല്ലാവിധ അറേബ്യൻ ചൈനീസ് ഡിഷുകളും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ആലിയ ഫുഡ്സ്. രുചിയുടെ പര്യായം ആലിയ ഫുഡ്സ്. വിശ്വാസ്യതയുടെ വിജയമന്ത്രവുമായി നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളോടൊപ്പം സിൻഫാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ട്രേഡിംഗ്, ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ്, ടൂറിസം രംഗത്ത് ഇന്ത്യയിലും വിദേശത്തും വിജയമുദ്ര നേടിയെടുത്ത ബിസിനസ് ഗ്രൂപ്പ് സിൻഫാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കോൺടാക്ട് നമ്പർ 9846220044. For you, forever, Apollo Gold. الذين يبلغون رسالات
الله ويخشونه ولا يخشون أحدا إلا الله. Markaz Thaqafat Sunniya, shortly known as Markaz. It is an educational complex. It is a center for culture, the center for humanitarian and charity activities. Started in 1978 as an orphanage, it has now grown with the grace of Almighty Allah under the dynamic, charismatic leadership of Sheikh Abu Bakr and the leaders as a prestigious institution in India within a short span of time. Markaz now secures a top position among the world Muslim institutions. There are several institutions under Jamia Markaz Thaqafat Sunniya, such as orphanages, graduate and postgraduate colleges, management study centers, medical institutions, etc. etc. Markaz has undertaken several projects in almost all states of India. 125 ഏക്കർ സ്ഥലം മർക്കസിൻ്റെ പേരിൽ കൈവശപ്പെടുത്തി നോളേജ് സിറ്റി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതും ഇവിടെ വിദ്യാഭ്യാസ സമുച്ചയം ഇനിയും വളരേണ്ടതുണ്ട്, വികസിക്കേണ്ടതുണ്ട്. വിദ്യ കൊണ്ട് മാത്രമേ, വിശിഷ്യ ആത്മീയതയിൽ ഊന്നിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം, അതുകൊണ്ട് മാത്രമേ ഭീകരതയും തീവ്രതയും എതിർപ്പുകളും കുഴപ്പങ്ങളും അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട്, അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യവും അതുതന്നെയാണ് എന്നതുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഞങ്ങളുടെ പ്രവർത്തനത്തോട് ഈ രാജ്യത്തുള്ള മുസ്ലിംകളും ഹൈന്ദവരും ക്രൈസ്തവരും മറ്റെല്ലാ മതക്കാരും മതമില്ലാത്തവരും സഹായിക്കുന്നു, സഹകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം വളർച്ച ഈ മഹത്തായ സ്ഥാപനത്തിന് ഉണ്ടായിട്ടുള്ളത്. മേലിലും എല്ലാവരുടെയും സഹായമുണ്ടാകണമെന്നും പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങളെ ഈ സ്ഥാപനത്തോടും പ്രവർത്തനത്തോടും ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. With humble beginning in 1978, Janab Abu Bakr Musliyar Sahab has created history not only in Kerala but in the entire country, if I am not wrong, in the entire Southeast Asia. What is significant is the vision he has had when just with 25 orphans, he started this institution. In a matter of 34 to 35 years, he has converted into more than an university. His dedication for the cause, his dedication for the humanity, and his vision that religious education is very important. At the same time, modern education is also very essential for every human being for progress. മർക്കസിൻ്റെ 35ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്ഥിരമായി ഇതേപോലുള്ള ആനിവേഴ്സറികളിൽ പങ്കെടുക്കുന്ന ഒരാളായതുകൊണ്ട് നീണ്ട ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല.
ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 35 വർഷത്തെ സേവനം കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ചും മുസ്ലിം സമുദായങ്ങളുടെ ഇടയിൽ ഈ മർക്കസിന് കിട്ടിയിട്ടുള്ള അംഗീകാരം നമുക്കൊക്കെ പറയാതെ തന്നെ അറിയാം. കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ എവിടെ പോവുകയാണെങ്കിലും മർക്കസിന്റെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ മർക്കസിൽ നിന്നും പഠിച്ചിറങ്ങിയ ആൾക്കാർ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയും. ഈ സ്ഥാപനത്തിന് വേണ്ടി ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ ഏകദേശം 20,000-ഓളം വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ 7,000-ലധികം വരുന്ന അധ്യാപകരുണ്ട്. ഇവരൊക്കെ ഇന്നും ഈ സ്ഥാപനവുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കാതെ തന്നെ ഈ സ്ഥാപനത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായവും വിദേശ നാടുകളിലടക്കം ചെയ്തു വരുന്നുണ്ട്. കാരണം ഈ സ്ഥാപനം ഇവിടുത്തെ സാധാരണക്കാരായ സമുദായത്തിലുള്ള പാവപ്പെട്ട ആൾക്കാരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള നിലവാരം ഉയർത്താൻ വളരെ ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ഈ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി, സാമ്പത്തികപരമായി, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആരോഗ്യപരമായും ഒക്കെ വളരെ മുമ്പിലാണ്. അതിന് പ്രധാനമായും അവർ മുമ്പിലാവാനുള്ള പ്രധാനപ്പെട്ട കാരണം മർക്കസ് പോലുള്ള ധാരാളം സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. SSF അതുപോലെ തന്നെ മറ്റുള്ള SYS സംഘടനകളൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്രയും വലിയ ഉയർച്ച നമ്മുടെ ഈ സമുദായത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ മഹാസ്ഥാപനത്തിൻ്റെ 35ാമത് വാർഷികാഘോഷ ചടങ്ങിൽ സംബന്ധിക്കാൻ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടക സമിതിയുടെ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല, കാരണം എല്ലാ വർഷവും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വ്യക്തി എന്ന നിലക്കും പല ഘട്ടങ്ങളിലുമായി ഈ സ്ഥാപനത്തിൽ വന്നു പോകുന്ന വ്യക്തി എന്ന നിലക്കും ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. കേരളത്തിലെ ഇത്തരം സ്ഥാപനങ്ങളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ സാധിച്ചു എന്നുള്ളത് ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ആദരണീയനായ കാന്തപുരം മുസ്ലിയാർക്ക് എന്നും സംതൃപ്തിയോടുകൂടി വിലയിരുത്താൻ കഴിയുന്നൊരു വസ്തുതയാണ്. ഏറ്റവും ദീർഘവീക്ഷണമുള്ള അല്ലെങ്കിൽ ഒരു മാർഗദർശിയായി കാണാൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഇച്ഛാശക്തി വേണം, ആർജവം വേണം. ഇതെല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് അപൂർവം പ്രതിഭകളിൽ ഒരാളാണ് ആദരണീയനായ കാന്തപുരം മുസ്ലിയാർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും ഇദ്ദേഹം ഏറ്റവും കേരളം എന്നും ആദരിക്കുന്ന, കേരള സമൂഹം എന്നും ആദരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണെന്ന് ഇതിനകം തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് പഠിക്കാൻ അവസരം നൽകിയിട്ടുള്ള മഹാന്മാരെ വിലയിരുത്തി നോക്കിയാൽ അതിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് കാന്തപുരം മുസ്ലിയാർ എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തൊരു വലിയ വളർച്ചയാണിത്! ഓരോ ദിവസവും വളർന്നു. നോളജ് സിറ്റി എൻ്റെ പാർലമെൻറ്റ് നിയോജക മണ്ഡലമായ പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് വരുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ 125 ഏക്കർ നോളജ് സിറ്റിയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ മർക്കസ് സഖാഫത്തി സുന്നിയ യൂണിവേഴ്സിറ്റിയായി അത് രൂപാന്തരപ്പെടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതൊരു വലിയ സംഭവമാകുമ്പോൾ എനിക്കും പറയാൻ സാധിക്കും, നാളെ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ചെറുതും വലുതുമായ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ
ഈ നോളജ് സിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക്ക് സ്കൂളുകൾ എല്ലാം ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ, എല്ലാം അതിമനോഹരമായ ഈ സ്ഥലം ഇതെങ്ങനെ കണ്ടുപിടിച്ച് ഈ സ്ഥലം? ഇത് കണ്ടുപിടിക്കാൻ ഒറ്റ ആൾക്കേ ഈ ദുനിയാവിൽ സാധിക്കൂ. അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർ മാത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിധന്യമായ ഒരു മുഹൂർത്തമാണിത്. ഞാൻ പണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നെ ഇവിടെ ഇന്ന് ഈ നിറഞ്ഞ സദസ്സിന് മുമ്പിൽ ആദരിക്കുവാൻ ബഹുമാന്യനായ ഉസ്താദ് തീരുമാനിച്ച് വിവരമറിയിച്ചപ്പോൾ അത് ചില അവാർഡുകളൊക്കെ മുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് ഭംഗിവാക്ക് പറയുന്നതല്ല, ബഹുമാന്യനായ ഉസ്താദിൻ്റെ എത്രയോ വർഷത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന 35 വർഷം വിദ്യാർത്ഥികൾ പുറത്തു വരുന്ന ഈ മഹത് സ്ഥാപനത്തിൻ്റെ വരാന്തയിൽ നിന്നുകൊണ്ട് നിങ്ങളെയൊക്കെ അഭിമുഖീകരിച്ച് ഇത്തരം ഒരു അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ അതും ഈ ഒരു സന്ദർഭത്തിൽ വളരെ പ്രസക്തിയുണ്ട് എനിക്ക്. ഇവിടെ പറഞ്ഞ പലരും, സംസാരിച്ച പലരും ഉസ്താദിനെക്കുറിച്ച് ഇന്ത്യയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഞാൻ കഴിഞ്ഞ 25 വർഷമായി വിദേശത്താണ്. ഈ 25 വർഷം ഉസ്താദ് എന്ന ഒരു വ്യക്തി ഒരു പ്രസ്ഥാനമായി വളർന്നു, ഒരു പ്രതിഭാസമായി വളർന്നു. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഞാൻ നിവസിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, GCC രാജ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വമായി മാറിയത് സ്വന്തം കണ്ണുകൊണ്ട് കഴിഞ്ഞ 25 വർഷമായി കണ്ട എനിക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അങ്ങനെ ഒരു അവാർഡ് കിട്ടുക എന്നുള്ളത് വലിയ ഒരു അംഗീകാരമായി ഞാൻ കണക്കാക്കുന്നു. അൽഹംദുലില്ലാ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെട്ട എത്രയോ പേർ ലോകത്തിലുണ്ട്. ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ അതിൽ പ്രധാനപ്പെട്ടവരാണ്. ഉലമാക്കളുടെ സ്ഥാനവും യശസ്സും സമുദായത്തിൽ ഏറ്റവും ഉയർന്ന രീതിയിലെത്തിക്കുവാൻ കഴിഞ്ഞ 50 വർഷമായി ഉസ്താദ് ചെയ്ത ആ ഒരൊറ്റ കാര്യം മതി നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ അത്രയും ആദരണീയനും മഹാനുമായി കാണാൻ. നിത്യോപയോഗ സാധനങ്ങളുടെ സമ്പൂർണ്ണ ശേഖരം ബനിയാസ് സ്പൈക്ക്. ഫുഡ് സ്റ്റഫ് രംഗത്തെ അവസാന വാക്ക് ബനിയാസ് സ്പൈക്ക്. അജ്മൽ പെർഫ്യൂംസ്. ഊദ്, അത്തർ, പെർഫ്യൂംസ്. അജ്മൽ പെർഫ്യൂംസ്. ഫർണിച്ചർ രംഗത്ത് അതിവിശാലമായ സെലക്ഷനോടുകൂടി പാലസ്റ്റീൻ ഇൻറ്റീരിയേഴ്സ്. പെട്രോൾ പമ്പിന് സമീപം, എലോക്കര, ഈങ്ങാപ്പുഴ, താമരശ്ശേരി. ആലിയ ഫുഡ്സ്. ഫ്രൈഡ് ചിക്കൻ, ബ്രോസ്റ്റഡ്, തന്തൂരി, ഷവായ തുടങ്ങിയ എല്ലാവിധ അറേബ്യൻ, ചൈനീസ് ഡിഷുകളും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ആലിയ ഫുഡ്സ്. രുചിയുടെ പര്യായം ആലിയ ഫുഡ്സ്. വിശ്വാസ്യതയുടെ വിജയമന്ത്രവുമായി നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളോടൊപ്പം സിൻഫാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ട്രേഡിംഗ്, ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ്, ടൂറിസം രംഗത്ത് ഇന്ത്യയിലും വിദേശത്തും വിജയമുദ്ര നേടിയെടുത്ത ബിസിനസ് ഗ്രൂപ്പ് സിൻഫാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കോൺടാക്ട് നമ്പർ 9846220044.
ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആസാറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കളുടെ ആസാറുകൾ സൂക്ഷിച്ച സ്ഥലത്ത്, അമ്പിയാക്കളുടെ ആസാറുകളുള്ള സ്ഥലത്ത് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആക്ക് നമുക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കാമെന്നാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എവിടെയും കേരളത്തിൽ നടക്കുന്ന എല്ലാ ദിക്റുകളിൽ നിന്നും മാറിയതായ ഒരവസ്ഥ ഈ നടക്കുന്ന ദിക്റുകൾക്കും ആത്മീയ സദസ്സിനുമുണ്ട്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാറുകൾ നമ്മളുടെ മുകളിലുണ്ട്, സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. وأنا لا أطول عليكم الآن، فقط أنا أرحب بضيوفنا الكرام الذين وفدوا إلينا من البلاد العربية والإسلامية. فهناك مجموعة من العلماء الكبار وأحباب رسول الله صلى الله عليه وسلم ومداحي سيدنا رسول الله صلى الله عليه وسلم. أنا لا أدري بمن أبدأ من هؤلاء العلماء والضيوف. حقيقة أنا في ارتباك شديد حينما أنظر إلى يميني أرى وجوها نيرة. يا لها من ليلة مباركة جمعتنا بهذا الجمع المبارك، جمع جاء طواعية يعلن ولاءه للإسلام ويرفع راية لا إله إلا الله محمد رسول الله، جمع جاء طواعية يعلن الولاء لمحمد رسول الله صلى الله عليه وسلم. صلوا على رسول الله صلى الله عليه وسلم. ليلة تختلف عن غيرها من الليالي. إن الذي يعيش أحداثها ترتفع همته ويأخذ جرعة إيمانية ويحدث نفسه لا بد من العمل للإسلام العظيم، هذا الدين الذي أعزنا الله تعالى بالانتساب إليه. وعلاقتنا بكم أيها الإخوة
علاقة إيمانية أخوية، ورب العزة يقول إنما المؤمنون إخوة، وكلنا ينضوي تحت شعار الإسلام القائل يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. നിത്യോപയോഗ സാധനങ്ങളുടെ സമ്പൂർണ്ണ ശേഖരം ബനിയാസ് സ്പൈക്ക്. ഫുഡ് സ്റ്റഫ് രംഗത്തെ അവസാന വാക്ക് ബനിയാസ് സ്പൈക്ക്. അജ്മൽ പെർഫ്യൂംസ്. ഊദ്, അത്തർ, പെർഫ്യൂംസ്. അജ്മൽ പെർഫ്യൂംസ്. ഫർണിച്ചർ രംഗത്ത് അതിവിശാലമായ സെലക്ഷനോടുകൂടി പാലസ്റ്റീൻ ഇൻറ്റീരിയേഴ്സ്. പെട്രോൾ പമ്പിന് സമീപം, എലോക്കര, ഈങ്ങാപ്പുഴ, താമരശ്ശേരി. ആലിയ ഫുഡ്സ്. ഫ്രൈഡ് ചിക്കൻ, ബ്രോസ്റ്റഡ്, തന്തൂരി, ഷവായ തുടങ്ങിയ എല്ലാവിധ അറേബ്യൻ ചൈനീസ് ഡിഷുകളും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ആലിയ ഫുഡ്സ്. രുചിയുടെ പര്യായം ആലിയ ഫുഡ്സ്. വിശ്വാസ്യതയുടെ വിജയമന്ത്രവുമായി നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളോടൊപ്പം സിൻഫാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ട്രേഡിംഗ്, ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ്, ടൂറിസം രംഗത്ത് ഇന്ത്യയിലും വിദേശത്തും വിജയമുദ്ര നേടിയെടുത്ത ബിസിനസ് ഗ്രൂപ്പ് സിൻഫാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കോൺടാക്ട് നമ്പർ 9846220044. For you, forever. Apollo Gold. إيمانا منا بدورها وبدورهم جميعا في نشر الوعي الإسلامي والثقافة الإسلامية الوسطية، فإن مؤسسة القرآن الكريم والسنة بالشارقة تقدم درعا وشهادات لجامعة مركز الثقافة السنية بكيرلا ولسماحة الشيخ أبو بكر. وصلاتك اللهم وسلامك على النبي العربي الأمي محمد سيد خلقك وعلى آله وأصحابه وأهل بيته والمسلمين إلى يوم الدين. قدمت بين أيديكم لندعو دعوة صالحة إن شاء الله، ولكن قبل ذلك أحببت أن أقول كلمة موجزة فاسمحوا لي بها أيها الأحبة. أيها الأحبة، إن إسلامنا دين أممي، لا فرق بين أسود وأبيض إلا بالتقوى. قلت إن إسلامنا دين أممي يجمع الأمم كلها وما أرسلناك إلا رحمة للعالمين. ബൈത്തുൽ മുഖദ്ദിസിലെ മസ്ജിദുൽ അഖ്സയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു നിസ്കരിച്ചത്. അപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് കഅബയിലേക്ക്
തിരിഞ്ഞു നിസ്കരിക്കാനാണ്. അങ്ങനെയാണ് ഒരു നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ ഇടയിൽ തന്നെ അല്ലാഹുവിൻ്റെ ഓർഡർ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. എന്താണ് അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, ഓ ഹബീബ്, അങ്ങയുടെ ഉദ്ദേശം, അങ്ങയുടെ പ്രിയം അത് മസ്ജിദുൽ അഖ്സയിലേക്ക് നിസ്കരിക്കുന്നതിന് പകരം കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കലാണ്. അങ്ങയുടെ പൊരുത്തം, അങ്ങയുടെ ഉദ്ദേശം എന്ന് അല്ലാഹു ആകുന്ന ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് തങ്ങൾ ഏത് ഖിബിലയാണ് ഇഷ്ടപ്പെടുന്നത്, ഏത് ഖിബിലയാണ് തങ്ങൾക്ക് പൊരുത്തം, അതിലേക്ക് തിരിഞ്ഞുകൊള്ളുക. وجعل الله بقاءنا وبقاءكم يمتد به إلى رضوانه والجنة. أحييكم بتحية الإسلام. السلام عليكم ورحمة الله وبركاته. وأشهد أن لا إله إلا الله. كان الله ولا مكان، وهو على ما كان قبل خلق المكان. لم يتغير عما كان. علم ما كان وعلم ما يكون وعلم ما لا يكون. سبحان ربي، سبحان ربي لا يدرك بالحواس ولا يقاس بالقياس. فوق كل شيء وليس تحته شيء. يقول الإمام بديع الزمان سيد نورسي: إن لله قانونا في الزمن، إن الزمان يستدير، فلكل ليل نهار ولكل شتاء ربيع. مصداق هذا قول الله عز وجل: وتلك الأيام نداولها بين الناس. يقول قبل 60 سنة سيكون لهذا الشتاء القارس ربيعا زاهرا مشرقا للعالم، ربيع الإسلام. وأعطيهم نصيحة محمدية. فجلس ثم لبس الزنار وذهب إلى دير سمعان وجلس بينهم، فقال أبوهم: لا أبتدي الحديث وبينكم رجل محمدي. هذا الكافر كيف أبتدي الحديث وبينكم رجل محمدي. അതുകൊണ്ടൊരു വസ്തുത ഞാൻ നിങ്ങളോട് പറയുക, അത് നിങ്ങൾ മനസ്സിലായി. ഇതെന്തോ ആയി കാണുന്ന കോലാഹലം, നിങ്ങളെന്തോ ധരിച്ചത്? ഒരൊറ്റ ഇബാറത്ത് എല്ലാവർക്കും അറിയാവുന്ന, ഇവരുടെ അറിവിന് വേണ്ടി പറഞ്ഞു. قال الشيخ أبو القاسم القشيري في رسالته: واعلم أن من أجل الكرامات التي تكون للأولياء دوام التوفيق للطاعات والحفظ من المعاصي والمخالفات. യഥാർത്ഥ കറാമത്തെന്ന് പറയുന്നത് ദീനിൻ്റെ ചിട്ട അനുസരിച്ച് നടക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുക്കുന്നതാണ് യഥാർത്ഥ ഹഖീഖിയായ കറാമത്ത്.
അല്ലാതെ അമ്മൽ കറാമത്ത് വിമാന ഹർക്കല്ലാതെ ഫലാബറത്തലഹായുദ്ധൽ മുഹഖീന ആകാശത്ത് കഴിഞ്ഞ് പറന്ന് കാണിക്കുകയോ വെള്ളത്തിൻ്റെ മുകളിൽ കഴിഞ്ഞ് നടന്നു പോയാൽ അതിന് ഒരു വിലയും ആണുങ്ങൾ വയ്ക്കത്തില്ല. അതിന് ജോഹഫ് അബദി ആദാമു ഷറായിൻ്റെ അദബുകൾ പാലിക്കുക, അതാണ് യഥാർത്ഥ വിലായത്ത്. ആ യഥാർത്ഥ ഹഖീഖിയായ വിലായത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഈ ഇരിക്കുന്ന മനുഷ്യൻ തവ്വലല്ലാഹു അംറഹു, ഈ ഇരിക്കുന്ന മനുഷ്യൻ ഞാൻ ഈ പറഞ്ഞ മാനവിയായ കറാമത്തില്ലെങ്കിൽ പിന്നെ ആർക്കും മാനവിയായ കറാമത്തില്ല. ആ മാനവിയായ ഹഖീഖിയായ കറാമത്ത് AP ഉസ്താദിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ കറാമത്തിൻ്റെ പ്രകടനമാണ് ഈ കാണുന്ന കോലാഹലങ്ങളൊക്കെ. ഇല്ലാതെ സാധാരണ മനുഷ്യനാൽ ഹ്യൂമൻലി ഇമ്പോസിബിൾ, മനുഷ്യൻ സാധാരണ ഉണ്ടാക്കിയ ഈ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ എത്ര വലിയ രാഷ്ട്രീയക്കാരാണെങ്കിൽ ഇത്ര ആൾക്കാർ ഇവിടെ കിടന്നുകൊണ്ട് തക്ബീർ പിടിച്ചിരിക്കുവാടോ, ഇത്രയും സബൂർ കാണിക്കുക. ഇവിടൊക്കെ ഈ അറബികൾ ഇവിടെ കിടന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പോഴൊക്കെ സബൂർ ചെയ്തതിന് പഠിച്ചോ കൂലി തരുമെന്നൊക്കെ ഞാൻ കരുതി. അവിടെ അതെല്ലാം സബൂർ ചെയ്തുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ഇരുന്നത് ഏതർത്ഥത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. AP അവിടെ ഇരുന്നിട്ടാ അപ്പൊ അങ്ങനെ വന്നതാ. അപ്പൊ അതുകൊണ്ട് ആ കറാമത്ത് ഇതാണ്, രണ്ട് ജാതിയാണ്. ആ രണ്ട് ജാതിയിൽ ഹഖീഖിയായ കറാമത്ത്, അതിനകത്ത് ഈ കോലാഹാലങ്ങളൊന്നും കാണുകയില്ല. ഏതാ പറക്കലും, പറന്നു ചെന്നാൽ വില വയ്ക്കത്തില്ല എന്നുള്ളത് കറി മൊഹീദ്ദിമാല പാടിയിട്ടില്ല. പറന്നു ചെന്നവനെ പിടിച്ചുകൂടെ കെട്ടാനാ പറഞ്ഞത് ഓസുല്ലാതെ. പറക്കും വലിയെ പാടിക്കൽ താഴച്ചോവർ. നിത്യോപയോഗ സാധനങ്ങളുടെ സമ്പൂർണ്ണ ശേഖരം ബനിയാസ് സ്പൈക്ക്. ഫുഡ് സ്റ്റഫ് രംഗത്തെ അവസാന വാക്ക് ബനിയാസ് സ്പൈക്ക്. അജ്മൽ പെർഫ്യൂംസ്, ഊദ്, അത്തർ, പെർഫ്യൂംസ്. അജ്മൽ പെർഫ്യൂംസ്. ഫർണിച്ചർ രംഗത്ത് അതിവിശാലമായ സെലക്ഷനോടുകൂടി പാലസ്റ്റീൻ ഇന്റീരിയേഴ്സ്, പെട്രോൾ പമ്പിന് സമീപം, എലോക്കര, ഈങ്ങാപ്പുഴ, താമരശ്ശേരി. ആലിയ ഫുഡ്സ്, ഫ്രൈഡ് ചിക്കൻ, ബ്രോസ്റ്റഡ്, തന്തൂരി, ഷവായ തുടങ്ങിയ എല്ലാവിധ അറേബ്യൻ ചൈനീസ് ഡിഷുകളും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ആലിയ ഫുഡ്സ്. രുചിയുടെ പര്യായം ആലിയ ഫുഡ്സ്. വിശ്വാസ്യതയുടെ വിജയമന്ത്രവുമായി നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളോടൊപ്പം സിൻഫാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ട്രേഡിംഗ്, ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ്, ടൂറിസം രംഗത്ത് ഇന്ത്യയിലും വിദേശത്തും വിജയമുദ്ര നേടിയെടുത്ത ബിസിനസ് ഗ്രൂപ്പ് സിൻഫാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കോൺടാക്ട് നമ്പർ 9846 220044. For you, forever. Apollo Gold. മാറ്റങ്ങളുണ്ടാക്കാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതാനുഷ്ഠാനങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ കർമാനുഷ്ഠാനങ്ങളിലുമൊക്കെ അതിൻ്റെ തനതായ രൂപത്തിൽ ഇസ്ലാമിനെ ഉയർത്തിക്കാണിക്കുന്നതിനും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും കഴിഞ്ഞ 50 വർഷങ്ങളായി ഉസ്താദിന് സാധിച്ചു എന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ മർക്കസിനെ സംബന്ധിച്ചിടത്തോളം മർക്കസ്
ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, കേരളത്തിന് വെളിയിലും, അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്തിന് വെളിയിലും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാശ്മീരിൽ ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമുണ്ടാകുമ്പോൾ അതിലെല്ലാം പിടഞ്ഞു വീണും മരിക്കുന്നവരുടെ മക്കളുണ്ട്. കുഞ്ഞുമക്കൾ, ഒന്നും അറിയാത്ത, യാതൊരു ദ്രോഹവും ചെയ്യാത്ത കുഞ്ഞുമക്കളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഒരേപോലെ നൽകിക്കൊണ്ട് അവരെ ഈ സമൂഹത്തിനും രാജ്യത്തിനും പ്രയോജനപ്രദമായ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഉസ്താദ് നിർവഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. മദ്രസകൾ എന്ന് പറയുമ്പോൾ എല്ലാ സമുദായങ്ങളിലുള്ളവർക്കും അത് അതേ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഭയങ്കരമായ അച്ചടക്കവും ഭയങ്കരമായ ഒരു സംഘാടക പാഠകവും രജിസ്ട്രേഷനും പൊതുപരീക്ഷയുമൊക്കെയുള്ള ഒരു പ്രസ്ഥാനമായി മദ്രസകൾ വന്നപ്പോൾ അത് പിന്നീട് ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് ഊന്നൽ കൊടുക്കാനായിട്ട് ഒരു പ്രയാസവും ഉണ്ടായില്ല എന്നുള്ളതാണ്. അങ്ങനെ മതസ്ഥാപനങ്ങൾ നേതൃത്വം വഹിച്ചതുകൊണ്ട് സാമുദായിക സൗഹാർദ്ദത്തിന് കേരളത്തിൽ മറ്റൊരു സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാളും ഏറ്റവും ആഴത്തിൽ വേരോട്ടമുണ്ടായി. ഒരു നവോത്ഥാനത്തിൻ്റെ കേന്ദ്രബിന്ദുവായ ഇവിടെ വെച്ച് നിങ്ങളോട് ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പേരുകളെപ്പറ്റി സംസാരിക്കുക എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരനുഭവമാണ്. കാരണം ഞാനിവിടെ കാണുന്നത് മതപരമായ ഒരു നവോത്ഥാനത്തിലുപരിയായി ഒരു സമൂഹത്തിൻ്റെ, അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ നവോത്ഥാനത്തെയാണ് കാണുന്നത്. ആധുനികതയിലേക്കും ആത്മീയതയിലേക്കുമുള്ള ഒരു നവോത്ഥാനത്തിൻ്റെ പ്രവാഹമായി ഞാനിതിനെ കാണുന്നു. അതിന് നേതൃത്വം കൊടുത്ത ഉസ്താദ്ജിയെ പോലുള്ളവരാണ് വാസ്തവത്തിൽ നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ശിലകളെന്ന് ചരിത്രം വിധിയെഴുതേണ്ടി വരും. മാധ്യമപ്രവർത്തകയെ പോലും പീഡിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഈ രാജ്യത്തുണ്ടായി. ഇങ്ങനെ ആളുകളെ വർഷങ്ങളോളം വിചാരണ കൂടാതെ ജയിലിൽ കിടത്തുക. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം ഒരാളുടെ പേരിൽ കേസെടുത്താൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടുന്ന ബാധ്യത പ്രതിക്കുള്ളതാണ്. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അനുസരിച്ചുകൊണ്ട് കേസെടുത്താൽ പിന്നെ കോടതി ജാമ്യം കൊടുക്കുകയില്ല. വിചാരണ കഴിയുന്നത് വരെ ജയിലിലാണ്. 10 കൊല്ലവും 15 കൊല്ലവും വിചാരണ തടവുകാരായി കിടക്കേണ്ടി വരുന്നു. ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ പരമാവധി 8 കൊല്ലം കിടക്കേണ്ടുന്ന വകുപ്പ് ചുമത്തിയ ആളായിരിക്കും വിചാരണ തടവുകാരായി 14 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. ഇത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരോട് കാണിക്കുന്ന വിവേചനം കടുത്ത അസംതൃപ്തി രാജ്യത്തുണ്ടാക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇടപെടണ്ടേ? ഒരു പൊന്നാനിയിൽ ഒരു അക്കാദമി അല്ലെങ്കിൽ ഒരു വലിയ സർവകലാശാല ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളെ വാർത്തെടുക്കുക അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി മുസ്ലിം പണ്ഡിതന്മാരെ വാർത്തെടുക്കുക മാത്രമായിരുന്നില്ല. ലോകത്തുള്ള ആളുകൾക്ക് ഇസ്ലാം മതത്തിലെ പ്രബോധനം നടത്തുന്നതിന് വേണ്ടിയുള്ള ആളുകളെ വാർത്തെടുക്കുകയായിരുന്നു പൊന്നാനിയുടെ ലക്ഷ്യം. അല്ലാതെ നമ്മൾ പൊന്നാനിയെ ചുരുക്കി കാണേണ്ട ആവശ്യമില്ല. കാരണം പൊന്നാനിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ആളുകൾ മക്കയിൽ വരെ അധ്യാപകന്മാരായിരുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ സമ്പൂർണ്ണ ശേഖരം ബനിയാസ് സ്പൈക്ക്. ഫുഡ് സ്റ്റഫ് രംഗത്തെ അവസാന വാക്ക് ബനിയാസ് സ്പൈക്ക്. അജ്മൽ പെർഫ്യൂംസ്, ഊദ്, അത്തർ, പെർഫ്യൂംസ്. അജ്മൽ പെർഫ്യൂംസ്. ഫർണിച്ചർ രംഗത്ത് അതിവിശാലമായ സെലക്ഷനോടുകൂടി പാലസ്റ്റീൻ ഇൻറ്റീരിയേഴ്സ്, പെട്രോൾ പമ്പിന് സമീപം, എലോക്കര, ഈങ്ങാപ്പുഴ, താമരശ്ശേരി. ആലിയ ഫുഡ്സ്. ഫ്രൈഡ് ചിക്കൻ, ബ്രോസ്റ്റഡ്, തന്തൂരി, ഷവായ തുടങ്ങിയ എല്ലാവിധ അറേബ്യൻ ചൈനീസ് ഡിഷുകളും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ആലിയ ഫുഡ്സ്. രുചിയുടെ പര്യായം ആലിയ ഫുഡ്സ്. വിശ്വാസ്യതയുടെ വിജയമന്ത്രവുമായി നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളോടൊപ്പം സിൻഫാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ട്രേഡിംഗ്, ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ്, ടൂറിസം രംഗത്ത് ഇന്ത്യയിലും വിദേശത്തും വിജയമുദ്ര നേടിയെടുത്ത ബിസിനസ് ഗ്രൂപ്പ്.
Sinfan. Sinfan Group of Companies. Contact number 9846 220044. For you, forever, Apollo Gold. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ അകല അഹദുൻ തുആമുൻ ഖത്തു ഖൈറൻ മിൻ അയകുല മിൻ അമലി യദിഹി. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് സ്വന്തം അധ്വാനത്തിന്റെ പ്രതിഫലമായി ലഭിക്കുന്ന പണത്തിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തെക്കാൾ ഉത്തമമായ മറ്റൊരു ഭക്ഷണമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മർക്കസ് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ലേബർ അസംബ്ലിയിൽ, തൊഴിലാളി സംഗമത്തിൽ പങ്കെടുക്കുവാൻ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷം. കാരണം ഞാനും ഒരു തൊഴിലാളിയാണ്, അല്ലെങ്കിൽ ഒരു തൊഴിലാളിയുടെ മകനായിരുന്നു. കുട്ടിക്കാലത്ത് ഒരുപാട് ജോലിക്ക് പോയി ജോലിയും വിദ്യാഭ്യാസവും ഒരുമിച്ച് ചെയ്ത് ഇങ്ങനെ കടന്ന് വന്ന് അവസാനം ഇന്ത്യയുടെ തൊഴിൽ മന്ത്രിയാകാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തൊഴിൽ ഏർപ്പെട്ട് അവിടെ നിന്ന് ലഭിച്ച തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ച ഒരാളെന്ന നിലയിൽ, അതോടൊപ്പം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മറ്റുള്ളവരോട് യാചിക്കാൻ പോകാതെ തൊഴിലെടുത്ത് അതിൽ നിന്ന് കിട്ടിയ തുച്ഛമായ വരുമാനം കൊണ്ട് കുട്ടിക്കാലത്തും ചെറുപ്പകാലത്ത് വളർന്നു വന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഈ തൊഴിൽ സമ്മേളനത്തിൽ തൊഴിൽ മന്ത്രിയായി പങ്കെടുക്കാൻ അങ്ങേയറ്റം സന്തോഷം. എന്തിനാണ് നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യർ ഇപ്പോൾ പട്ടിണി കിടക്കുന്നത്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഫുഡ് കോർപ്പറേഷൻ ഗോഡൗണുകളിൽ 8 കോടി ടൺ ധാന്യം കെട്ടിക്കിടക്കുന്നുണ്ട്. അത് വിതരണം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പലപ്പോഴും കുഴിച്ചു മൂടുകയോ കത്തിച്ചു കളയുകയോ ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിൽ തന്നെ അങ്ങനൊരു സംഭവം ഉണ്ടായി. ഉൽപാദനം ഇല്ലാത്തത് കൊണ്ടല്ല മനുഷ്യർ പട്ടിണി കിടക്കുന്നത്. ലോകത്താകെ ഉണ്ടായ സമ്പത്ത് എത്രയാണ്? ആഫ്രിക്കൻ വൻകരയിൽ മാത്രം പട്ടിണി കിടക്കുന്ന മനുഷ്യരെത്രയുണ്ട്? അപ്പോൾ സമ്പത്തും മനുഷ്യൻ്റെ ദാരിദ്ര്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ സമ്പത്ത് ഉൽപാദനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നവർ അധ്വാനിക്കുന്നവരാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ മനുഷ്യൻ അധ്വാനിക്കണം. വ്യവസായ ഉൽപാദനം ഉണ്ടാവണമെങ്കിൽ മനുഷ്യൻ അധ്വാനിക്കണം. ഈ മഹാകെട്ടിടം ഉണ്ടായതിൻ്റെ പിന്നിലും മനുഷ്യൻ്റെ അധ്വാനമുണ്ട്. പക്ഷേ അധ്വാനിക്കുന്നവർ കൂട്ടായി അധ്വാനിച്ച് ഉൽപാദനം ഉണ്ടായിക്കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള സമ്പത്ത് മുതൽ മുടക്കുകാരൻ്റെ സ്വന്തമാണ്. അതെന്ത് ചെയ്യണമെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുക, അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഇത്തരമൊരു വ്യവസ്ഥ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം അധ്വാനിക്കുന്നവനും മൂലധനത്തിൻ്റെ ഉടമയും തമ്മിൽ സന്ധി ഉണ്ടാവില്ല, താൽക്കാലിക സന്ധി ഉണ്ടാവും. മാദനിയുമായി അരമണിക്കൂർ സംസാരിച്ചു. മാദനിയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ താഴോട്ട് വീഴുകയാണ്. അദ്ദേഹം ഉസ്താദിനോട് പറഞ്ഞു, എല്ലാ പ്രതീക്ഷയും മറ്റിരിക്കുകയാണ്, ടോട്ടലി ഡിസപ്പോയിന്റഡ് ആണ്. പക്ഷേ പ്രാർത്ഥനയിൽ പണ്ടേ വിശ്വാസമുള്ള ആളാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ ഇനി രക്ഷപ്പെടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, കിഡ്നി പോയി, കാലനക്കാൻ പറ്റുന്നില്ല. വീൽ ചെയറിലേക്ക് ആരെങ്കിലും എടുത്തു വെക്കും, കൊണ്ടുപോയി വെക്കും. കാന്തപുരം സാറ് അപ്പോൾ ജഗദീഷ് ഷട്ടറിനോടും ആർ അശോകിനോടും പറഞ്ഞ വാക്കുകൾ എൻ്റെ കണ്ണുകളെ ആ സമയത്ത് ഈറനണിയിച്ചു. 90 വയസ്സ് പ്രായമുള്ള മാതാപിതാക്കളെങ്ങാനും സാറേ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ, വർഷങ്ങളായി സ്വന്തം മകൻ ജയിലിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്ന 90 പിന്നിട്ട മാതാപിതാക്കളെങ്ങാനും നിങ്ങളെ കാത്തിരിക്കാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ. ഞാൻ ചോദിക്കട്ടെ, മാദനി വളർന്നത് എവിടെയാണ്?
മാദനി ജീവിച്ചതെവിടെയാണ്? മാദനി പഠിച്ചതെവിടെയാണ്? എല്ലാം കേരളത്തിലാണ്. കേരളത്തിൽ എന്തേ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാഞ്ഞത്? ഈ കേരളക്കാർക്കല്ലേ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പരിചയമുള്ളത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ ന്യായമായും ചിലരൊക്കെ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നെങ്കിൽ സംശയിക്കുന്നവർക്ക് ന്യായമില്ലേ? ഇത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ ഈ പ്രത്യേകതകളെല്ലാം കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് ഈ സമൂഹത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ടാകണം എന്ന് തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഇരകളാകുന്ന നിരപരാധികളുടെ മനുഷ്യാവകാശങ്ങൾക്ക് അപരാധികളുടെ മനുഷ്യാവകാശങ്ങൾക്കുള്ള അത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നത് ദുഃഖകരമല്ലേ? ഇവിടെയാണ് മാധ്യമങ്ങൾ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ഇന്ത്യയിൽ സ്ത്രീകൾക്കേറെ നടക്കുന്ന അതിക്രമങ്ങളെ മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ ഭാഗമായി കാണേണ്ടിയിരിക്കുന്നു. പുരുഷാധിപത്യമുള്ള ഒരു സമൂഹത്തിൽ ഇത്തരം ക്രൂരതകൾ സ്ത്രീകൾക്കേറെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ തലങ്ങളിൽ സർക്കാർ ഇതര മേഖലകളിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ടവയാണ് ഇവയൊക്കെ തന്നെ. നിലവിലുള്ള നിയമങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുകയും പോലീസ് അന്വേഷണം, വിചാരണ, ശിക്ഷാവിധി എന്നിവ നിശ്ചിത സമയത്തുള്ളിൽ പൂർത്തിയാക്കുകയും ചെയ്യുന്ന നടപടികൾ സർക്കാർ തലത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സമാധാനം നിലനിർത്താൻ ഒരിക്കലും പോലീസും പട്ടാളവും മാത്രം ഉണ്ടായതുകൊണ്ട് സാധ്യമേ അല്ല. രാജ്യത്തിൻ്റെ സമാധാനം വളരെ പ്രാധാന്യമുള്ളതാണ്, സംശയം ഇല്ല. ഈ സമാധാനം നിലനിർത്താൻ 1000 പോലീസോ 10,000 പോലീസോ 1,00,000 പോലീസോ ഉണ്ടായത് കൊണ്ട് സാധ്യമല്ല. എന്നാൽ ഇവിടെ ഇന്നലെ നമ്മുടെ സമ്മേളനത്തിൽ 2 ലക്ഷത്തോളം ആളുകൾ രാത്രിയിൽ ഉണ്ടായി. നാളെ നടക്കാൻ പോകുന്ന സമ്മേളനത്തിൽ ഞങ്ങൾക്കിവിടെ 10-30 ഏക്കർ സ്ഥലമുണ്ട്. ഈ തലങ്ങളിൽ വലിയ ഭാഗവും നിറക്കുന്ന വിധത്തിൽ ലക്ഷങ്ങൾ കൂടും. ഇവിടെ പോലീസുകാർ ഉണ്ടാകുന്നത് 10, 25, 50, 100 മാത്രം. അവർക്ക് യാതൊരു ജോലിയുമില്ല. സഹകരണം എന്ന നിലക്ക് മാത്രമാണ് ഈ പോലീസുകാർ ഇവിടെ വരുന്നതും വരുത്തുന്നതും. എന്തുകൊണ്ടാണ് ലക്ഷങ്ങൾ കൂടുമ്പോൾ പോലീസിൻ്റെ അനിവാര്യത ഇല്ലാതെയാകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയുന്നത് ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രമേ രാജ്യത്ത് സമാധാനമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇവിടുത്തെ ടെററിസവും ഇവിടുത്തെ എല്ലാവിധ അക്രമങ്ങളും കുഴപ്പങ്ങളും അവസാനിപ്പിക്കുന്നതിന് ആഭ്യന്തര വകുപ്പും പോലീസും എല്ലാം പ്രവർത്തിക്കുന്നതോടൊപ്പം രാജ്യത്ത് സമാധാനം നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും ധാർമ്മികതയിൽ ഊതിയ വിദ്യാഭ്യാസമുണ്ടായേ പറ്റൂ. ഞങ്ങൾ മർക്കസ് തഖാഫത്തി സുന്നിയ 35 വർഷമായി പ്രവർത്തിച്ചു വരുന്നത് ഈ ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഈ സ്ഥലങ്ങളൊന്നും മതിയാകാത്തത് കൊണ്ട് 125 ഏക്കർ സ്ഥലം പുതുതായി വാങ്ങുകയും അതിൽ മർക്കസിൻ്റെ വികസനം എന്ന നിലക്ക് നോളജ് സിറ്റി ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ആഭ്യന്തര വകുപ്പ് ഇതുപോലുള്ള മതസ്ഥാപനങ്ങളെയും മതപ്രവർത്തനങ്ങളെയും വെറും ഒരു വിദ്യാഭ്യാസം നൽകുക എന്ന് മാത്രം കാണാതെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവർ എന്ന് പ്രത്യേകമായി എല്ലാവരും മനസ്സിലാക്കുകയും അതിന് വേണ്ടപ്പെട്ട എല്ലാവിധ ഒത്താശകളും നിയമപരമായി നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.